വാക്ക് പറഞ്ഞാൽ വാക്കിൽ ഉറച്ചു നിൽക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിയിരിക്കും. പറഞ്ഞ കാര്യം നടപ്പാക്കും. അതാണ് ഏറ്റവും വലിയ കഴിവ്. പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും. എല്ലാവർക്കും വീടും ഭക്ഷണവും ചികിത്സയും ഉറപ്പാക്കിക്കൊണ്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള LDF പ്രകടന പത്രിക പുറത്തിറക്കി. സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്ര വികസന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് LDF പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് LDF പ്രകടന പത്രികയിലെ പ്രധാന കാര്യങ്ങൾ? അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിതരാക്കപ്പെട്ട കുടുംബാംഗങ്ങൾ വീണ്ടും അതിദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള സഹായം നൽകും. അതിദാരിദ്ര്യത്തിന് മുകളിലുള്ള കേവല ദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി അവരെ മൈക്രോ പ്ലാനുകൾ വഴി ദാരിദ്ര്യ വിമുക്തമാക്കാൻ പരിപാടി. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിലവിലെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളിലെ അർഹരായവരെ തിരഞ്ഞെടുത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ വീട് നൽകും. തീരദേശങ്ങളിൽ കടലിന്റെ 50 മീറ്റർ പരിധിയിൽ വസിക്കുന്ന എല്ലാവർക്കും പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവാസം ഉറപ്പാക്കും. റോഡ് പുറമ്പോക്കുകളിൽ താമസിക്കുന്നവരെ പട്ടയം നൽകി പുനരധിവസിപ്പിക്കും. കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കും. അങ്കണവാടികളിലും സ്കൂളുകളിലും പോഷക സമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കും. കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച സമൃദ്ധിയുടെ മാതൃകയിൽ കൂടുതൽ ഭക്ഷണശാലകൾ തുറക്കും. പൊതുവിതരണ സമ്പ്രദായം ശക്തമാക്കും. മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾക്കെതിരായ പ്രചാരണവും നടപടികളും സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഊർജിതമാക്കും. തെരുവ് നായകളെ കൂട്ടായി മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ സങ്കേതങ്ങൾ കൊണ്ടുവരും. നീതി ആയോഗിന്റെ വിദ്യാഭ്യാസ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള കേരളത്തെ ദേശീയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിലും അടുത്ത 5 വർഷം കൊണ്ട് 1ാമതെത്തിക്കും. അടുത്ത 5 വർഷം 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ നൽകും. നഗരങ്ങളിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വിപുലീകരിക്കും. പാലിയേറ്റീവ് സന്നദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കും. കിടപ്പ് രോഗികൾക്ക് മരുന്നും വൈദ്യപരിശോധനയും പാലിയേറ്റീവ് സേവനങ്ങളും ലഭ്യമാക്കും. പട്ടികജാതിക്കാർക്കിടയിലെ കേവല ദാരിദ്ര്യം ഇല്ലാതാക്കും. എല്ലാ പട്ടികവർഗക്കാർക്കും വാസയോഗ്യമായ വീടുകൾ നൽകും. ബഡ് സ്കൂളുകളുടെ എണ്ണവും സൗകര്യവും വർദ്ധിപ്പിക്കും. പ്രായപൂർത്തിയായ ഭിന്നശേഷിക്കാർക്കായി നഗരങ്ങളിലും ബ്ലോക്കുകളിലും പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങൾ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കും. മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥ തകർക്കുന്ന കടൽ ഖനനത്തെ എതിർക്കും. തീരമേഖലയിൽ ഒരു വീട്ടിൽ ഒരു തൊഴിൽ ഉറപ്പാക്കും. മാലിന്യ സംസ്കരണം 100% ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. കുളങ്ങൾ, കായലുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ജനകീയ ക്യാമ്പയിൻ. കടലിലെ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ മത്സ്യത്തൊഴിലാളികളെ പങ്കാളികളാക്കും. എല്ലാവർക്കും ശുദ്ധജലം നൽകാനുള്ള ജലജീവൻ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കും. വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. കൃഷിനാശമുണ്ടായാൽ നഷ്ടപരിഹാരം വൈകുന്നതിന് പരിഹരിക്കാൻ നടപടി. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മിനി വ്യവസായ പാർക്കുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വർക്ക് നിയർ ഹോം സംവിധാനം. വീടുകളിൽ സംരംഭകത്വത്തിന് സമഗ്ര പദ്ധതി. മാനവീയം പോലുള്ള തെരുവിടങ്ങൾ ജെൻസി വിഭാഗത്തിനായി സജ്ജീകരിക്കാൻ വർക്കിംഗ് സ്പേസുകൾ. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കളിക്കളം. പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലുകൾ. ജെൻഡർ ബജറ്റിംഗ് ശക്തമാക്കും. പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്ന കൂടുതൽ 1 സ്റ്റോപ്പ് സെന്ററുകൾ. ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സംരംഭകത്വ പ്രോത്സാഹനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകും. അഭ്യസ്തവിദ്യരായ മുഴുവൻ ട്രാൻസ്ജെൻഡർമാർക്കും തൊഴിൽ നൽകും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ പദ്ധതികൾ. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള മുഖ്യ ഏജൻസിയായി കുടുംബശ്രീയെ വളർത്തും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് SDMF-ൽ നിന്നും SDRF-ൽ നിന്നും ഫണ്ട് ലഭ്യമാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ധനസഹായം. K-സ്മാർട്ടിലൂടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. അങ്ങനെ നിലവിലിരിക്കുന്ന പദ്ധതികൾ വിപുലീകരിച്ചും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചും നാളെയുടെ വികസിത കേരളത്തിന് ഏറ്റവും യോജ്യമായ പ്രകടന പത്രികയാണ് LDF പുറത്തിറക്കിയിരിക്കുന്നത്.